ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ വെച്ച് ആദിലയും നൂറയും ഷാനവാസും തമ്മിലുണ്ടായ അടുപ്പം പ്രേക്ഷകരെല്ലാവരും ഏറെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഈ കോംബോ കൊണ്ട് മൂവർക്കും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. ആദിലയെയും നൂറയെയും താൻ തന്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ് കാണുന്നത് എന്നായിരുന്നു ഷാനവാസ് ബിഗ് ബോസിലെ ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ മൂവർക്കുമിടയിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നായിരുന്നു പുറത്ത് പ്രേക്ഷകരും പറഞ്ഞത്. താൻ അവരെ കണ്ടതുപോലെ അവരെന്നെ തിരിച്ചു കണ്ടില്ല എന്നുള്ളത് വലിയൊരു സങ്കടം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഷാനവാസ് പറയുന്നത്. ഷാനവാസിന്റെ പുതിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ തന്നെയായിരുന്നു ആദിലയും നൂറയും. അവരുടെ സൗഹൃദം അത്രമാത്രം വലിയ രീതിയിൽ തന്നെ എന്നെ ആകർഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സ്വന്തം സഹോദരിമാരെ പോലെ തന്നെയാണ് ഞാൻ അവരെ രണ്ടുപേരെയും കണ്ടതും. ബിഗ് ബോസിലേക്ക് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗെയിം എനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ആദിലയും നൂറയുമായി പെങ്ങൾ പാസും കളിച്ചതൊന്നുമല്ല. എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അനീഷും അതുപോലെ തന്നെ അക്ബറും അന്ന് വല്ലാതെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് അക്ബറും ടീമുമായിരുന്നു കളിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്കും ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആദിലയ്ക്കും നൂറയ്ക്കും ഇതേ അനുഭവങ്ങൾ അക്ബറിന്റെ ടീമിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാലോ എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് ഞാൻ നൂറയോടും ആദിലയോടും സംസാരിച്ചത്. ഗെയിമിന്റെ ഭാഗമായി കൂടെ കൂട്ടിയതാണെന്ന്. പിന്നെ ഇരുവരോടും മക്കളെ പോലെ അതുപോലെ തന്നെ സഹോദരിമാരെ പോലെയുമുള്ള ഒരു ഇഷ്ടം എനിക്ക് തോന്നി തുടങ്ങി. അത് 100% ആത്മാർത്ഥതയോടെ തന്നെയാണ്. പിന്നീട് എനിക്ക് അനീഷിനോടും എൻ്റെ വലിയ രീതിയിലുള്ള സൗഹൃദം തന്നെ തോന്നുകയായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ തന്നെയും അവർ എനിക്കെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് ആ ദുഃഖമൊന്നുമില്ല. എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആദിലയും നൂറയും വ്യക്തി ജീവിതത്തിൽ എടുത്ത തീരുമാനത്തിൽ തനിക്ക് യോജിപ്പോ വിജയിപ്പോ ഇല്ല. അവരെ മനുഷ്യരായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അവരെ സമൂഹം എത്രത്തോളം വിമർശിച്ചാലും എനിക്കതിലൊന്നും കുറ്റം കണ്ടെത്താൻ കഴിയില്ല. കാരണം അവരും മനുഷ്യരാണ്. അവരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ജീവിക്കട്ടെ. ഞാൻ അവരെ കണ്ടതുപോലെയല്ല അവരെന്നെ കണ്ടത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് ചെറിയ സങ്കടമുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഗെയിമല്ലേ, അത്രമാത്രം ഞാൻ കരുതുന്നുള്ളൂ. ജിസേലിന്റെ വസ്ത്രധാരണം മാറ്റണമെന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉപദേശത്തിനെ കുറിച്ച് ഷാനവാസ് സംസാരിച്ചു. വസ്ത്രധാരണം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ കൈയെടുത്താൻ ആർക്കും അവകാശമില്ല. എന്നാൽ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. കുട്ടികളും മുതിർന്നവരും കാണുന്ന ഒരു ഷോ ആണ്. കുടുംബസമേതം ഇരുന്നും കാണുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വസ്ത്രധാരണം നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇതിനെതിരെ ആദിലയും നൂറയും സംസാരിച്ചതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും മറുപടി നൽകാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്.